ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ ബൈബിളിൽ നിന്ന് പരിശുദ്ധനായ ദൈവത്തെക്കുറിച്ച് അല്പസ്വല്പം പറയുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഡിക്റ്റോ വടക്കൻ അക്കിക്കാവോ. സ്തോത്രം സ്തോത്രം. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നിറഞ്ഞു വരയണം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. ദൈവമോ തന്നോട് നിലവിളിക്കുന്നവരെ രക്ഷിക്കയില്ലയോ? ദൈവത്തെക്കുറിച്ച് അറിഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവം നല്ലവനും ദയയുള്ളവനും ദീർഘക്ഷമയുള്ളവനും തന്നോട് അപേക്ഷിക്കുന്നവരും ഉപേക്ഷിക്കാത്തവനുമാണ്. ദാവീദിന് ദൈവത്തെക്കുറിച്ച് പറയാനുള്ളത്. സ്തോത്രം സ്തോത്രം. ദൈവം നല്ലവനാണ്. കർത്താവെ, നീ ക്ഷമിക്കുന്നവനാണ്. നിന്നോട് അപേക്ഷിക്കുന്നവരോടൊക്കെ മഹാദയാലുവല്ലോ. ദാവീദ് പറഞ്ഞു, ദൈവമേ, ഞാൻ നിന്റെ ഭക്തനാകുന്നു. ഭക്തന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ള ദൈവം. സ്തോത്രം. ദൈവത്തെ ആശ്രയിക്കുന്നതിൻ്റെ കാക്കയണമെന്ന് ദാവീദ് പറയാനുള്ളത്. ദൈവത്തിൽ ആശ്രയിക്കുന്നവന് ദയ ചുറ്റിക്കൊള്ളും. നിലവിളിക്കുന്നവൻ മറികടന്ന് പോകുകയില്ല. ദൈവത്തിന് കഴിയാത്ത കാര്യമുണ്ടോ? ദൈവം മനസ്സിലുള്ളവനാണ്. ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, എന്നോട് കൃപയുണ്ടാകണമേ. ദൈവമേ, അടിയൻ്റെ ഉള്ളത്തെ സന്തോഷിപ്പിക്കണമേ. സ്തോത്രം. ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂമി യാത്രയിൽ മോശ പലപ്പോഴും ജനത്തിനു വേണ്ടി ഇടിവിൽ നിന്നു ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. ജനത്തെ പലപ്പോഴും മരണത്തിൽ നിന്ന് വിടുതൽ നൽകി മുന്നോട്ട് നയിച്ചു. പാമ്പടിയേറ്റ് ജനം മരിക്കുമ്പോൾ മോശ മരുഭൂമി പിച്ചർ സർപ്പത്തെ ഉയർത്തി. പാമ്പ് കടിയേറ്റവർ പിച്ചർ സർപ്പത്തെ നോക്കിയാൽ മരണത്തിന് വിടുതലുണ്ട്. വിടുതൽ ജനം അനുഭവിച്ചു. ദൈവം മനസ്സിലുള്ളവനാണ്, ദയുള്ളവനാണ്, കനിവുള്ളവനാണ്. തന്നോട് നിലവിളിക്കുന്നവർ മറികടന്നു പോകുവാൻ ദൈവത്തിന് കഴിയുകയില്ല. കരയുന്ന മാർത്തയ്ക്കും മറിയത്തിനും യേശു ലാസറെ ഉയർപ്പിച്ചു, ജീവൻ മടക്കിക്കൊടുത്തു. കരയുണ്ടെന്ന് പറയുന്നവനാണ് യേശു ക്രിസ്തു. ഏലിയ ചൂരച്ചെടിയുടെ കീഴിലിരുന്ന് മതി കർത്താവേ മതി, ജീവിക്കേണ്ട എന്ന് പറഞ്ഞപ്പോൾ കരയുന്ന ഏലിയാവിന് കൈക്ക് ഒരപ്പം കൊടുത്ത് സ്തോത്രത്തോ ദൈവം ആഹാബ് രാജാവിന് മുമ്പിൽ ഓടുവാൻ ചിലർ അഭിഷേകം ചെയ്യുവാനൊക്കെ കൃപ നൽകി. മാത്രമല്ല, തനിക്ക് ഏലിയാവിന് മരണമല്ല, ജീവനോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുവാനും കൃപ ലഭിച്ചു, ഭാഗ്യം ലഭിച്ചു. സ്തോത്രം സ്തോത്രം. ദൈവത്തിൽ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി 3 ആണിമേൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് 2024 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി യാഗമായി തീർന്ന് കാൽവറി ക്രൂശിലെ രക്തത്താൽ, യേശുവിൻ്റെ രക്തത്താൽ പാപമോചനത്തിന് വീണ്ടെടുപ്പുണ്ട്. പാപത്തിന് വീണ്ടെടുപ്പുണ്ട്. എല്ലാ മനുഷ്യരുടെയും പാപത്തിന് വേണ്ടിയാണ് യേശു മരിച്ച്. യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി, യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി, അങ്ങയുടെ രക്തത്താൽ എന്നെ പാപക്കറ കഴുകണമെന്ന് പറയുന്ന നിമിഷം പാപക്കറ കഴുകി കിട്ടുകയും പുതിയ വ്യക്തിയായി തീരുകയും അപ്രകാരം പാപക്കറ കഴുകി കിട്ടിയ വ്യക്തികൾക്ക് കർത്താവിൻ്റെ അനുഗ്രഹവും യേശു ക്രിസ്തു വഴി നടത്തുവാൻ ശക്തനും അത്രേ. ആ യേശുവിനെ ആശ്രയിച്ച് മുന്നേറാമെന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ വിരമിക്കുന്നു. ഡിക്റ്റോ വടക്കൻ അക്കിക്കാവ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം.